നമസ്കാരം. വി ആർ ഫാർമാഗേറ്റ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫാറ്റി ലിവറിനെ കുറിച്ചാണ്. ഇപ്പോൾ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ഫാറ്റി ലിവർ. പലരും ഇത് ചെറിയ കാര്യമെന്ന പോലെ കാണും. കാരണം തുടക്കത്തിൽ കൂടുതലായും വലിയ ലക്ഷണങ്ങളൊന്നും കാണിക്കണമെന്നില്ല. പക്ഷേ ചിലരിൽ പിന്നീട് കരളിൽ നീർക്കെട്ട്, കരൾ കോശങ്ങളുടെ കേടുപാട്, അവസാനം ഗുരുതര കരൾ രോഗങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള അവസ്ഥയാണ് ഇത്. സാധാരണയായി കരളിൽ ചെറിയ അളവിൽ കൊഴുപ്പ് ഉണ്ടാകുന്നത് പ്രശ്നമല്ല. എന്നാൽ അതിലധികമായി കൊഴുപ്പ് കരൾ കോശങ്ങളിൽ അടിഞ്ഞുകൂടുമ്പോഴാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും 2 തരത്തിലാണ് കാണുന്നത്. മദ്യപാനവുമായി ബന്ധപ്പെട്ട ഫാറ്റി ലിവർ, മദ്യപാനം ഇല്ലാതെയും വരുന്ന ഫാറ്റി ലിവർ. ഇപ്പോൾ കൂടുതലായും കണ്ടുവരുന്നത് രണ്ടാമത്തെ വിഭാഗമാണ്, അതായത് മദ്യപാനം ഇല്ലാതെ വരുന്ന ഫാറ്റി ലിവർ. ഇതിന് സാധ്യത കൂട്ടുന്ന പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അമിതവണ്ണം, പ്രമേഹം, കൊളസ്ട്രോൾ കൂടുതലാവുക, വ്യായാമക്കുറവ്, എണ്ണയും ജങ്ക് ഫുഡും കൂടുതലായി കഴിക്കുക, വയറിലെ കൊഴുപ്പ് കൂടുക, ഇവയെല്ലാം വലിയ പങ്ക് വഹിക്കുന്നു. പക്ഷേ ഒരു പ്രധാന കാര്യം, എല്ലാ ഫാറ്റി ലിവർ ഉള്ളവർക്കും അമിതവണ്ണം ഉണ്ടാകണമെന്നില്ല. ശരീരഭാരം സാധാരണയായി ഉള്ളവർക്കും ഇത് വരാം. ഇനി ഫാറ്റി ലിവറിനെ പല ഗ്രേഡുകളായി തിരിച്ചിരിക്കുന്നു. അതേതൊക്കെയാണെന്ന് നോക്കാം. ഗ്രേഡ് 1 ഫാറ്റി ലിവർ. ഇത് തുടക്കഘട്ടമാണ്. കരളിൽ ചെറിയ അളവിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ. പലർക്കും യാതൊരു ലക്ഷണവും ഉണ്ടാകില്ല. ഹെൽത്ത് ചെക്കപ്പ് അല്ലെങ്കിൽ സ്കാൻ ചെയ്യുമ്പോഴാണ് പലരും ഇത് അറിയുന്നത്. അടുത്തത് ഗ്രേഡ് 2 ഫാറ്റി ലിവർ. ഈ ഘട്ടത്തിൽ കൊഴുപ്പ് കുറച്ച് കൂടുതലായി അടിഞ്ഞുകൂടും. ക്ഷീണം, വയറിൻ്റെ വലതുഭാഗത്ത് അസ്വസ്ഥത, വയർ നിറഞ്ഞ പോലെ തോന്നുക തുടങ്ങിയ ലക്ഷണങ്ങൾ ചിലർക്ക് ഉണ്ടാകാം. ഗ്രേഡ് 3 ഫാറ്റി ലിവർ. ഇത് ഗുരുതര ഘട്ടമായി കണക്കാക്കുന്നു. കരളിൽ കൂടുതൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും ചിലരിൽ കരൾ കോശങ്ങൾക്ക് കേടുപാടുകൾ തുടങ്ങുകയും ചെയ്യാം. സമയത്ത് ശ്രദ്ധിക്കാതെ പോയാൽ പിന്നീട് ഫൈബ്രിനോസിസ്, സിറോസിസ് പോലുള്ള ഗുരുതര അവസ്ഥകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സാധാരണ കാണുന്ന ചില ലക്ഷണങ്ങൾ നോക്കാം. കാരണം മനസ്സിലാകാത്ത ക്ഷീണം, മതിയായ ഉറക്കം കിട്ടിയാലും ശരീരത്തിന് ഉന്മേഷമില്ലാത്തതുപോലെ തോന്നാം, വയറിൻ്റെ വലതുഭാഗത്ത് അസ്വസ്ഥത, വയറിൻ്റെ മുകൾ ഭാഗത്ത് ഭാരം കിടക്കുന്നത് പോലെ ചിലർക്ക് തോന്നാം, വയറ് കൂടുക, പ്രത്യേകിച്ചും വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് കൂടുന്നവർക്ക് സാധ്യത കൂടുതലാണ്. വിശപ്പ് കുറയുക അല്ലെങ്കിൽ വയറ് എപ്പോഴും പൊങ്ങിയിരിക്കുക, കുറച്ച് ഭക്ഷണം കഴിച്ചാലും വയറ് നിറഞ്ഞ പോലെ തോന്നാം എന്നിവ. രക്തപരിശോധനയിൽ ഉള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. SGPT, SGOT പോലുള്ള കരൾ പരിശോധനാ മൂല്യങ്ങൾ, അതിനകത്ത് വാല്യൂ കൂടുതലാണെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇത് ഉറപ്പിക്കാൻ ഡോക്ടർമാർ ചെയ്യുന്നത് കരൾ പ്രവർത്തന പരിശോധന, അൾട്രാസൗണ്ട് സ്കാൻ, ചിലപ്പോൾ ഫൈബ്രോ സ്കാൻ ഇവ നിർദ്ദേശിക്കാം. ഇപ്പോൾ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫാറ്റി ലിവറിൻ്റെ എല്ലാ ഘട്ടങ്ങൾക്കും ഒരേ ചികിത്സയല്ല വേണ്ടത്. പക്ഷേ എല്ലാ ഘട്ടത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിതശൈലി മാറ്റങ്ങളാണ്. അതായത് ശരീരഭാരം കുറയ്ക്കുക, ദിവസവും നടക്കുക അല്ലെങ്കിൽ വ്യായാമം ചെയ്യുക, മധുരപാനീയങ്ങൾ കുറയ്ക്കുക, ജങ്ക് ഫുഡുകൾ കുറയ്ക്കുക, മദ്യപാനം ഒഴിവാക്കുക, പ്രമേഹവും കൊളസ്ട്രോളും നിയന്ത്രിക്കുക. ശരീരഭാരം ഏകദേശം 7 മുതൽ 10% വരെ കുറച്ചാൽ ചിലരിൽ ഫാറ്റി ലിവർ നല്ല രീതിയിൽ കുറയാൻ സഹായിക്കും. കൂടാതെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ ലിവർ ഡീറ്റോക്സ് പ്രോഡക്റ്റും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടവ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് സ്വമേധയാ മരുന്ന് കഴിക്കൽ ഒഴിവാക്കുക. തുടർച്ചയായി ക്ഷീണം, വയറിൻ്റെ വലത് ഭാഗത്ത് അസ്വസ്ഥത, പരിശോധനയിൽ മാറ്റങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണുക.
ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്